ഫുഡ് എടുക്കാൻ പോയിനാലോ പുറത്ത് ഫുഡ് എടുക്കാൻ പോയിനാലോ എന്താ അകത്ത് കേറാതെ പുറത്ത് മുഞ്ചാൻ പോയല്ലേ അവൻ കണ്ടാ ഇതിനൊക്കെ തെറി വിളിക്കാതിരിക്കും അണ്ണ തന്നെ പറ ഇതിനൊക്കെ രണ്ട് പറയണ്ടേ നമ്മള് പറയണ്ടേ പിള്ളേരല്ലേ നല്ലൊരു ദിവസമായിട്ട് അണ്ണൻ പറഞ്ഞുണ്ട്. ഹലോ എല്ലാരും കേക്കാവോ? ഹലോ എടാ ഞാൻ മൈക്കിൽ പറയുന്ന കേക്കാവോ എല്ലാവർക്കും? ചന്ദ്രനും പറയുന്ന കേൾക്കാന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇതൊരെണ്ണം നമുക്ക് ഗ്യാങ് ഹൗസിൽ കൊണ്ടുവരുന്നല്ലേ അണ്ണാ? നമുക്ക് പെട്ടെന്നേ വാറിനൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ഷടപടെ കാര്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടിട്ട്. എന്ത് മൈക്കോ? ആ ഗ്യാങ് ഹൗസിന്റെ അകത്ത് കേക്കുന്ന അതാകുമ്പോ പ്ലാൻ ചെയ്യുന്നൊക്കെ നാട്ടുകാരൊക്കെ അറിയുമല്ലോ. അത് ശരിയാണ്. ഇത് രാവിലെ നിങ്ങക്ക് രാവിലെയാണോ രാത്രിയാണോ? അണ്ണ എന്ത് അരോചകമായിട്ടുള്ള സാധനം ഇട്ടേക്കണേ? ആരത് ഇട്ടുതന്നെ? സൂപ്പർ ആയിട്ടുണ്ട്. ഇതിനെക്കാട്ടും രസം എന്തെങ്കിലും സ്ക്രീൻ ഷെയർ പറഞ്ഞ ഞാൻ 3 ഇട്ടോട്ടെ, 3 ബെറ്റർ. ആ ഓക്കെ. അല്ലേ ഞാൻ അത് അടിച്ചതല്ല കേട്ടാ, ഞാൻ അത് ഇത് ഇല്ലല്ല 3 നൈറ്റ് ഇപ്പോ ഓക്കെ നൈറ്റ് ആവും. അപ്പൊ എടാ ബാബുവിന്റെ അപ്ഡേറ്റ് ഒന്ന് ചോദിക്കണ. ഒരു സെക്കൻഡ് ആ അണ്ണാ എന്റെ ഇത് മതി. ഇതോള അണ്ണനെ കുറച്ച് ഓക്കെ സെക്കൻഡേ വെള്ളം കുടിച്ചിട്ടിരിക്കാൻ കൊറേ കിട്ടിയായിരിക്കും. ബാബുവേ നേരെ ചുറ്റി കേറിയോ അല്ലേ ബാബു? ഇല്ല ഒരു ഉത്തരവാദിത്വം ഇല്ലടാ, ഒരു ഉത്തരവാദിത്വം ഇല്ല. അവന്റെ അടുത്ത് എത്ര നേരെ നമ്മൾ കേറാൻ പറഞ്ഞേ? നിങ്ങൾക്കിത് വേണം? വാസന എത്ര നേരം എന്നറിയട്ടെ അവന്റെ അടുത്ത്, ബാബുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് എത്ര നേരം എന്നറിയോ? ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇത് 6 പോലും എനിക്ക് നിങ്ങൾക്കൊന്നും കാണുന്നില്ല കണ്ടോ? ഇതാണ് ഇതിന്റെ മാക്സിമം. ഇതിൽ കൂടുതൽ പറ്റൂലേ? കെവിൻ ഇല്ല. കെവിൻ ഇപ്പോഴേ വരത്തില്ല. കെവിൻ ഓൾറെഡി ഒരു ഗ്യാപ്പില്ല, ഞാൻ പറഞ്ഞില്ലേ. എടാ എന്താ മന്ദാര സ്നൈപ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ? എന്റെ പൊന്ന് ബാബു, ഒന്ന് റേഡിയോയിൽ ഒന്ന് കേറ് ബാബു. ഒരു പരിപാടിക്ക് കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണോടാ, നേരത്തെ വന്നോടാ. കെവിൻ വന്നോ? കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണോടാ ബാബു. നമ്മൾ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ഇങ്ങനെ നിക്കുവല്ലേ. എടാ വാടാ ബാബു. എന്തൊരു ഡിലേ ആണ് ഇത്. ഡിലേ ആണിത്. അപ്പാപ്പൻ എവിടെ? അപ്പാപ്പൻ അപ്പാപ്പ വാ, സ്റ്റേജിലോട്ട് കയറി വാ. വാസന ചാടോ അണ്ണ. ഓക്കെ ഇപ്പൊ ശരി. അപ്പൊ ഹെൽമെറ്റ് ഈ ബാബു നീ എവിടെ യുദ്ധത്തിന് പോണാടാ ഹെൽമെറ്റ് വെച്ചിട്ട്? ചന്ദ്ര നിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഹെൽമെറ്റ് പോലും അകത്ത് വെക്കും. അടുത്തടുത്തേക്ക് ഒരുമിച്ച്. നിങ്ങളെല്ലാം എന്തോ ആഫ്രിക്കയും അന്റാർട്ടിക്കയും നമ്മളിങ്ങനെ. ഓക്കെ സോ ഗൈസ്, അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. എന്താ പറയാ, സത്യം പറഞ്ഞ 5 വർഷം ആയി. നമ്മള് 5 years ഓഫ് TV നമുക്ക് അത്രയ്ക്ക് വലിയ ഗ്രാൻഡ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മള് ഇന്ന് നമ്മൾക്ക് ഒരു ഗ്രാൻഡ് പരിപാടിയായിട്ട് നടത്താം. നമുക്ക് ബാബുവിന്റെ ഹോസ്റ്റേ കൊടുത്താലേ? അപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഗ്യാങ് അതേപോലെ ആ ഒരു ലെഗസിയില് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് പറയാം, ഇപ്പൊ ഞങ്ങൾ വളരെ ചുരുക്കം പേര് മാത്രമായിട്ട് തുടങ്ങിയ ഒരു ഗ്യാങ് ഈ 2026
നമ്പർ 1 ആയിട്ട് ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര ആസ് എ ലീഡർ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതിൽ നിങ്ങൾ ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സിന് എല്ലാവർക്കും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ടി വി ഫാമിലിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു 13-14 മെമ്പേഴ്സ് ഉണ്ട്. സരക്ക്, രായൻ, അങ്ങനെ കുറേ എടുത്തു പറയാൻ കുറേ പേരുണ്ട്. ഒരു 10-14 പേരുണ്ട്. അവർക്കും ടി വിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. നമ്മളിവിടെ വരെ എത്തിച്ചതിലും നമ്മളിവിടെ വരെ കൊണ്ടുവന്നതിലും എല്ലാം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക് യു പറയാണ്. എന്താ പറയുക, 5 വർഷം ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചാൽ ഈ ഗ്യാങ്ങിന് ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് ഇപ്പം ഈ ഒരു സമയത്താണെങ്കിൽ എക്സ്ലാൻഡിസിൽ പോലും നമ്മൾ വളരെ അതായത് ലാസ്റ്റ് കളിച്ച ഒരു മാസം നമ്മൾ തോറ്റിട്ടില്ല. അത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് നിങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാരായാലും പഴയ ഉണ്ടായിരുന്ന ആൾക്കാരായാലും പെട്ടെന്ന് ആ വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്ത സിനർജിയും അതെല്ലാം ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പം എന്താ എല്ലാവർക്കും ഗൈസ് താങ്ക് യു സോ മച്ച്. ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്നതിനും ഇവിടെ ഇങ്ങനെ ഒരു ഫാമിലിയെ പോലെ നിൽക്കുന്നതിനെല്ലാം ഒരുപാട് താങ്ക് യു. അപ്പോൾ ഞാൻ കോ ലീഡർ ചന്ദ്രനെ വിളിക്കാം. ചന്ദ്ര 2 വാക്ക് സംസാരിക്കണം. തിരിച്ചു കൊണ്ടിട്ടായിരുന്നു. അപ്പൊ ഈ സൈറൻ സൗണ്ട് നോക്കി എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പൊ സൈറണോ? ഒരു സൈറൻ സൗണ്ട് കേട്ടോണ്ടിരിക്കണ്. മുള്ളി ഇവൻ തിരിച്ചു കൊണ്ടിട്ടായോ? ഇന്നൊരു പരിപാടിക്ക്. ഓക്കെ. ചന്ദ്ര കൂന്ന് ചന്ദ്ര. ചന്ദ്രൻ നീ എന്തെങ്കിലും പറയുന്നുണ്ടോ? ആസ് യൂഷ്വൽ വായിൽ പഴം വെച്ചോണ്ടിരിക്കുന്ന രണ്ടിലും പറ. ചന്ദ്ര ഹലോ എടാ റേഡിയോയിലാണ് ഇത്. എല്ലാവരും കേക്കാവോ ഞാൻ പറയുന്നേ? ഗൈസ്, ടുഡേ our gang complete 5 amazing years. Wow. It still feels crazy to think how we have been locked together. 5 years of roleplay fights, laughter, late night wins, losses, and thousands of memories that only we understand. We started from nothing and today we stand as a strong family. I want to give a special thanks to our Annan, Vasu Annan. He is the pillar of this gang. The one who stood strong in every situation, guided us, supported us, and never gave up on this family. I have also been there from the beginning, and I am proud of that. I could be a part of building this journey with all of you. Scroll down a little. Thank you. താങ്ക് യു ChatGPT. Thank you ChatGPT. Thank you so much. Thank you. Thank you family. അടുത്തതായി പറയണ്ട ഗൈസ്. സംഗതി മനസ്സിലായില്ല. UKS ഒക്കെ വേണ്ടി IELTS ഒക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരു ഫാമിലി ആയിട്ട് നമ്മള് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ അടുത്ത്. ഇന്ന് അതായത് ഈ 2026-ലും ഈ ഒരു ഗ്യാങ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നതിന് എക്സ്പെഷ്യലി വാസുവിന്റെ ഒരു വലിയൊരു എന്താ പറയുന്നതിന് വാസുവിന് വലിയൊരു പങ്കുണ്ടല്ലോ. കാരണം നമ്മള് ഒരു ഡൗൺ ടൈമില് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാനടക്കം വാസുവിന്റെ അടുത്ത് പറഞ്ഞു, എന്നാ ഇത് ഇനി മുന്നോട്ട് എങ്ങനെ, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം, എനിക്ക് അറിഞ്ഞൂടാ, ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വാസുവിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഇത് നമുക്കിത് ചെയ്യാം, നമുക്കിത് എങ്ങനെയാന്നോ എന്ത് ചെയ്യണോന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ നമുക്ക് പറ്റുന്ന വരെ ഇത് കൊണ്ടുപോകുന്ന അന്ന് വാസുവിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അത്. ആൻഡ് അത് നമ്മളെ ഈ ഒരു എന്താ പറയാ ഇത്രയും വീണ്ടും അവിടെ നമ്മൾ കംബാക്ക് ആയിട്ട് വന്ന് നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും പോകുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ പഴയൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ പാർട്ട് ഓഫ് നമ്മുടെ ഫാമിലിയിലുള്ള കുറെ പേര് ഇപ്പൊ ഇവിടെ ഇല്ല. സ്റ്റിൽ നമ്മുടെ ഗാങ്ങിന്റെ പില്ലേഴ്സ് തന്നെയായിരുന്നു എല്ലാവരും. ആൻഡ് അവരുടെ അടുത്തും ഈ ഒരു 5 years ഓഫ് ടിവിയില് ഈ ഒരു സമയത്ത് എനിക്ക് താങ്ക്സ് പറയണം. ആൻഡ് താങ്ക് യു ഗൈസ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതില്ല.
ആൻഡ് അത്ര എനിക്ക് പറയുള്ളൂ. ആൻഡ് ഇപ്പൊ ഇവിടെ ഉള്ള എല്ലായിടത്തും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന ഈ റെസ്പെക്റ്റിനും ഈ ഒരു ഇതിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പറയാനുള്ള എനിക്ക് ഞാൻ അന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഒരു സൗണ്ട് വീണ്ടും കേട്ടോണ്ടിരിക്കണം. ഒന്ന് അവരുടെ അടുത്ത് ഒന്ന് പറയുമോ അതെന്തോ മാറ്റാ ആംബുലൻസിന്റെ എന്തോ. ഓക്കെ അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അപ്പൊ ബൈ ബൈ. താങ്ക് യു സോ മച്ച് അളിയ, താങ്ക് യു. ഇപ്പൊ ബാബു 2 വാക്ക് സംസാരിക്കണം. ലാഗ് നീക്ക് നാളെ വല്ല കട്ടിലും കേൾക്കുന്നുണ്ടല്ലോ? അപ്പോ മാന്യമക എന്റെ സഹോദരന്മാരെ, ടിവിയുടെ 5ാം വാർഷികത്തിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാരും ഒരു 10 സെക്കൻഡ് നമ്മുടെ മരിച്ചുപോയ പിറ്റൽജിക്കും ആ തെണ്ടി പൂച്ചയ്ക്കും വേണ്ടിയിട്ട് മൗനമായി പ്രാർത്ഥിക്കാം. 10 സെക്കൻഡ് വരൂ. 1 2 3 4 10. ഓക്കെ. അപ്പോ ഇത് കല്ലറയ്ക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന CNB മാർബിൾസ് ആണ്. മാർബിൾസിന് ഒരുപാട് നന്ദി. CNB മാർബിൾസിന്റെ നമ്മുടെ ചന്ദ്രന്റെയും ബാബുവിന്റെയും ഭാഗം ഒരുപാട് നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അതെ. അപ്പോ മരിച്ചുപോയവർ കഴിഞ്ഞു, ഇനി ജീവിച്ചിരിക്കുന്നവരെ പറ്റി പറയാം. അപ്പോ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഏകദേശം 5 വർഷമാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 3ാമത്തെ എന്താ ഓക്കെ. അപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു എന്റെ മുകളിൽ 3ാമത്തെ വർഷം മുതൽ പറയുന്നുണ്ട് നമ്മളിപ്പോ പൂട്ടും, അടുത്ത വർഷം പൂട്ടും, അതിൻ്റെ അടുത്ത വർഷം പൂട്ടുന്നു. പക്ഷേ നിങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ, അതിലുപരി എൻ്റെ മുതലാളിയുടെ വലിയ ഹൃദയം ഉള്ളത് കൊണ്ടും നമ്മൾ പൂട്ടില്ല. അത് ഇന്നും പൂട്ടില്ല, അടുത്ത വർഷവും പൂട്ടില്ല, അതിൻ്റെ അടുത്ത വർഷവും പൂട്ടില്ല. നമ്മളായിരിക്കും പ്രൈം. നമ്മൾ വാട്ട് ഈസ് പ്രൈം? TBA ഈസ് പ്രൈം, ആൾവേസ് പ്രൈം. അത് മാത്രമല്ല, ഗൺ പവറിന്റെ കേസ് പറയുവാണെങ്കിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പണ്ട് ഹെൽമറ്റ് വെച്ച് നടക്കുന്നവന്മാർക്കിടയിൽ ഹെൽമറ്റ് ഇല്ലാതെ പോയി ഗണ്ണുകൊണ്ട് കീരിക്കാടൻ 3 പിക്കെടുത്ത നാട് മുതൽ നമ്മൾ പ്രൈമാണ്. ഇന്നും ഹെൽമറ്റ് വെക്കാൻ അറിയാമെങ്കിലും കണ്ണ് പിടിക്കാൻ അറിയാമെങ്കിലും പൈലറ്റ് കളിക്കുന്നവന്മാർക്കും ഇടയിൽ ഇന്ന് നമ്മൾ TBA ഒരു പേടി സ്വപ്നം തന്നെയാണ്. ടർഫ് വിളിക്കാൻ പോലും നമുക്ക് സ്ഥലം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? TBA ടർഫ് വിളിച്ചാൽ അവർക്ക് കിട്ടും, സ്ഥലം തരില്ല. നമ്മൾ നമുക്കുള്ള സ്ഥലം വെട്ടിയെടുക്കണം, വഴി വെട്ടി ഉണ്ടാക്കണം. ഉണ്ടാക്കിയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അത് തന്നെയാണ് നമ്മുടെ മുലാളിയും നമ്മുടെ അണ്ണവും നമുക്ക് കാണിച്ചു തന്ന വഴി. അതുകൊണ്ട് എല്ലാ വർഷത്തെയും പോലെ വി കണ്ടിന്യൂ ഇൻ അവർ ബ്രൈം. ഓക്കെ, എല്ലാവർക്കും എല്ലാ വർഷത്തെയും പോലെയും. പിന്നെ നമ്മുടെ ബ്രൈമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര്, അതെനിക്ക് ചന്ദ്രബോസ് പറഞ്ഞപ്പോഴും മുരളി പറഞ്ഞപ്പോഴത്തെ, നമ്മൾ ഒരിക്കലും അവരെ മറക്കാൻ പാടില്ല. അവര് ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോയി. പക്ഷെ ഇല്ല എന്നല്ല, ഉണ്ട്. എല്ലാവരുടെ മനസ്സിൽ നമ്മളുണ്ട്, നമ്മുടെ മനസ്സിൽ അവരും ഉണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ പ്രൈമിലാണ്, നമ്മൾ എന്നും പ്രൈമായിരിക്കും. ഒരു 9ന്റെ മക്കൾക്ക് നമ്മുടെ പ്രൈമിന് താഴെക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. ബാബു. അപ്പൊ അടുത്ത അപ്പാപ്പനെ കൂടെ ഒന്ന് സംസാരിക്കാൻ നമ്മൾ വിളിക്കുകയാണ്. അപ്പാപ്പനൊന്ന് പറ. എന്നാലും ഒരു നമ്മളെ കുറച്ച് വർഷം പുറത്തുനിന്ന് കണ്ടതാണ്, ഇപ്പൊ 1 വർഷമായിട്ട് നമ്മളെ കൂടെ നിന്ന് കാണുന്നു. ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു ഇതിനെ പറ്റി അപ്പാപ്പന ഒന്ന് പറഞ്ഞാൽ മതി. മൈക്ക് കേൾക്കുന്നില്ല. ബാബു കിടിലം പ്രസംഗം ബാബു. എല്ലാരും പിള്ളേരൊക്കെ തരിച്ചു നിൽക്കുന്നൊക്കെ നോക്കി, കണ്ണാപ്പീടൊക്കെ അപ്പോ അങ്ങനെ നീണ്ട 5 വർഷം TBA എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഇവിടെ ബാബു പറഞ്ഞതുപോലെ ഓൾ ടൈം പ്രൈമില് കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. ബാബു പറഞ്ഞതുപോലെ ഇനി ഒരു 10 കൊല്ലത്തേക്കും കൂടി നമ്മൾ ഇവിടെ ഉണ്ടാവുമെന്ന് വാസവൻ പറഞ്ഞിട്ടുണ്ട്. അല്ലേ വാസവനെ? ഉറപ്പായിട്ടോ പാപ്പാ, അത്രേ ഉള്ളൂ. അപ്പോ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊന്ന് ഇവിടെ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും TVനെ പറ്റി. പുറത്തുള്ളത് ഉണ്ടായിരുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് എന്താ പറയാ, അന്നും ഞാൻ വെളിയിൽ ഇത് ഇവിടെ ഇല്ലായിരുന്ന സമയത്താണെങ്കിലും എന്നും ഒരു എതിരാളി എന്ന് പറയുമായിരുന്നുണ്ടെങ്കിൽ അത് ടി വി തന്നെ. വേറെ ഏത് ഗ്യാങ്ങിനെ അടിച്ചാലും കിട്ടാത്ത സുഖമായിരുന്നു ടി വി. അങ്ങനെ എന്തെങ്കിലും ആണോ പാപ്പ? അല്ല 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 അങ്ങനല്ല. അപ്പൊ ഇല്ല ഇല്ല, ചോദിച്ചാ ഞാൻ കേട്ടിട്ടുണ്ട്. അറിയാതെ പല ലിങ്കുകൾ ഓപ്പൺ ആകുമ്പോഴേ അങ്ങനെ കേട്ടിട്ടുണ്ട്, തോന്നിയതായിരിക്കും. ഇല്ല ഇല്ല അങ്ങനെ ഇപ്പഴും ചോറ് കഴിക്കുമ്പോ എനിക്ക് റെക്കമെൻഡേഷൻ വരാറുണ്ട് അതൊക്കെ. ഏതോ അസുഖം വരുന്നത്. ബ്രാവോ ഈഗിളിനെ കൊട്ടയെന്ന് വിളിച്ചപ്പോൾ എന്തല്ലേ നമ്മള് കൊറേ പ്രതിഭാസങ്ങളുണ്ടല്ലേ. ബാലനും കൂടെ വേണമായിരുന്നു. അപ്പോ അങ്ങനെ ഒരുപാട് നല്ല സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് ദുഃഖ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദുഃഖത്തിന് ശേഷവും ഒരു സന്തോഷം എന്ന് പറയുന്നത് പോലെ വാസുമോൻ പറഞ്ഞതുപോലെ വീണ്ടും വാസുമോന്റെ പ്രിയപ്പെട്ടവരായിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് അവരുടേതായ സാഹചര്യങ്ങൾ കൊണ്ട് പോകേണ്ടി വന്നപ്പോഴും അവിടെ നിന്ന് തോൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ഇത് റീബിൽഡ് ചെയ്ത് വീണ്ടും അതേ പ്രൈമിൽ എത്തിച്ച വാസുമോൻ അടിക്കണ ഒരു കൈ. അപ്പോ നമുക്ക് എന്നും ഇങ്ങനെ ഒരു ലീഡർ ഉള്ളിടത്തോളം കാലം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോ വാക്കുകൾ ചുരുക്കിക്കൊണ്ട് അടുത്ത സർപ്രൈസ് പറയാനായി നമ്മൾ ഇതാ വാസുമോനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡ്. അപ്പൊ മൈക്കിൽ കേക്കാലോ അല്ലേ? മൈക്കിൽ കേക്കോ? ഹലോ ഹലോ ഹലോ. ആ സോ അപ്പൊ ഒരു സർപ്രൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ പറയാണ്. അപ്പാപ്പ എന്തായാലും ഹുഡി ഇട്ടതല്ലേ, ഇനിയിപ്പോ ഹുഡി ഊരണ്ട. വെൽക്കം ടു കോ ലീഡർ പൊസിഷൻ അപ്പാപ്പ. ഐ എം ഒഫീഷ്യലി ഡിക്ലെയറിംഗ് അപ്പാപ്പൻ ആസ് ദ കോ ലീഡർ ഓഫ് TVA. അപ്പൊ ഇനി തൊട്ട് അപ്പാപ്പൻ TVയുടെ കാര്യങ്ങളോട് അപ്പാപ്പൻ നോക്കേണ്ടതാണ്. അപ്പാപ്പ ബാബുനുണ്ട് ബാബുന് എന്തായാലും ഉണ്ട്. അത് മാറ്റില്ല. അപ്പൊ അപ്പാപ്പന് ആ ഒരു ഉത്തരവാദിത്വം കൂടി ഞാൻ ഏൽപ്പിക്കുവാണ്. ഓക്കെ, അപ്പൊ അപ്പാപ്പ ഇവരെല്ലാം വിചാരിച്ചിട്ടുണ്ടാവും. എടാ എല്ലാം റെഡി അല്ലേ? അപ്പൊ ഇവരെല്ലാം വിചാരിച്ചിട്ടുണ്ടാവും അപ്പാപ്പനെ കോ ലീഡർ ആക്കിയതായിരുന്നു ഇന്നത്തെ എക്സ്ട്രാ സർപ്രൈസ് എന്ന്. പക്ഷെ അല്ല അണ്ണാ ഇവനെ നമ്മള് കുറച്ച് ഇവന്റെ അടുത്ത് ആ ഡ്രസ് കൂടി വീട്ടിലുണ്ടേ, അപ്പൊ അതുകൂടി ഒന്ന് ഇട്ടിട്ട് വരാൻ പറയട്ടെ. TVയിൽ എടുക്കാണ് നിന്റെ മോനെയാ? ഓഹോ, ബാക്കിലിരിക്കുന്നുണ്ടോ നമ്മുടെ അത് അടിക്കും ഞാൻ. സോ അപ്പൊ എന്തായാലും ഇന്ന് കുറെ സർപ്രൈസുകളുണ്ട്. അതുപോലെ അതിന്റെ ഇടയ്ക്കൂടെ ഞാനൊരു ചെറിയ ബോംബ് കൂടെ പൊട്ടിക്കുകയാണ്. We are welcoming Bellary Abel to TVA as TVA Abel. Welcome to TVA Abel മോനെ. കേറി കൊന്നെറിയും കേട്ടോ ഇവിടെ വന്നിപ്പോ. സെറ്റ് ഹൈനയില് വന്ന ലാസ്റ്റ് റിക്രൂട്ട് ആയിരിക്കും ഏബില്, നമ്മുടെ ഹൈനയിലെ അവസാനത്തെ റിക്രൂട്ട്. വെൽക്കം മോനെ. ആദ്യം അണ്ണാന്ന് വിളിച്ചവനാണ്. വെൽക്കം ടു TVടാ. രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പോണം. സംസാരിച്ചോ. പറഞ്ഞിട്ട് പോണല്ലേ. ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് താങ്ക് യു. എനിക്ക് റെഡി ഇത് മൈക്കില് വന്നിട്ട് ജസ്റ്റ് നോർമലി സംസാരിച്ചേ. ഇല്ല മൈക്കില് വന്നിട്ടാണ് നോർമലി ഓടിയിട്ട് തിരിച്ച് മൈക്കിൽ എടുക്കാടാ. വല്ല പ്രശ്നവും വന്നു കഴിഞ്ഞാൽ ഉള്ള മൈക്കിന്റെ സൗണ്ട് കേൾക്കണം വേണ്ടിയൊക്കെ. വരത്തില്ല, വെളി വരത്തില്ല. ഹലോ കേക്കോ? അല്ല താങ്ക് യു, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു. എനിക്ക് താങ്ക്സ് പറയാനായിട്ടെന്ന് പറഞ്ഞാൽ അന്തേരിയിലുള്ളവരോട്, ബെല്ലാരിയുള്ളവരോട്, ഡയവേഴ്സുള്ളവരോട് എല്ലാവരോടും പറയാനുണ്ട്. താങ്ക് യു എന്റെ ചാൻസ് തന്നേന്. നമ്മളെടുത്തില്ലേ ചന്ദ്ര പറയാൻ? നമ്മളടുത്ത് താങ്ക്സ് ഒന്നും ഇല്ലേ? ഉണ്ട്.
ഓക്കെ അങ്ങനെ വേറെ പരിപാടി ഉണ്ടായി പോയി ഇല്ലെങ്കിൽ നിർത്തി റാഗ് ചെയ്യാൻ അതെ അതെ ആ, സമയമുണ്ട് ഏബലിന്റെ ഗെയിം പ്ലേ അറിയാത്തവർ ജസ്റ്റ് ബെല്ലാരി ഏബൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതിയേ അതിൽ കൂടുതൽ എനിക്ക് ഇവനെ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ബോസടാ, പിന്നെ ബോസണ്ണൻ താങ്ക് യു സോ മച്ച്. എന്നെ പറ്റി പിന്നെ മന്ദാരം ഉണ്ട്. പിന്നെ പുലേ എന്നെ പറ്റി ആ, ഞാൻ ആരെന്നറിയില്ല ബാബു എല്ലാരോടും ബാബുചേട്ടനുണ്ട്, വാസുണ്ണനുണ്ട്, എല്ലാരോടും സന്തോഷം. സ്നേഹം പറയട്ടെ, സ്നേഹം മാത്രം. സ്നേഹം മാത്രം പരക്കട്ടെ. അത്രേ ഉള്ളു. അപ്പൊ വെൽക്കം. അപ്പൊ പിള്ളേരോടെ നീ ജോയിൻ ചെയ്തോ ആണോ? ഗൈസ്. അപ്പൊ ഫൈനലി ദ മോസ്റ്റ് എവൈറ്റഡ് ഡേ. നമ്മുടെ കുറച്ച് നാളായിട്ട് നമ്മുടെ ഗ്യാങ് വണ്ടി, അതുപോലെ തന്നെ ഗ്യാങ് ഡ്രസ്, ബാഡ്ജ് ഒഫീഷ്യലി നമ്മുടെ വില്ലുമോൻ ഓൾറെഡി റിവീൽ ചെയ്തായിരുന്നു. താങ്ക് യു സോ മച്ച് വില്ലുമോൻ. എല്ലാവരും ഒരു കൈഡ്, വില്ലുമോൻ ഒരു കൈഡ് കൊടുക്കണം. വില്ലുമോന് തത്സമയം തുടങ്ങി 2 മിനിറ്റ് ആയപ്പം ഓൾറെഡി അങ്ങ് റിവീൽ ചെയ്ത്. സോ അപ്പൊ നമ്മുടെ ലെഫ്റ്റിൽ കാണുന്നതാണ് നമ്മുടെ പുതിയ ബാഡ്ജ്. അപ്പൊ ഇനി നമ്മുടെ ഗ്യാങ് ഡ്രസ്, ഗ്യാങ് വണ്ടി ഇതുണ്ട്. എടാ അപ്പുക്കുട്ടൻ വന്നില്ലടാ. നമ്മുടെ അപ്പുക്കുട്ടൻ എന്ത് ആണല്ലേ. അപ്പൊ നിങ്ങൾക്കായിട്ട് ഒരു ദൃശ്യ വിസ്മയം അപ്പുക്കുട്ടൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് ഉറപ്പാണ്. അതൊരു 1.5 സാധനമാണ്. അപ്പൊ നിങ്ങൾ അതെല്ലാം കാണാം. അപ്പൊ നമുക്ക് അധികം ഇനി കുറച്ച് ഓൾറെഡി നമ്മൾ ഡിലേ ആയി. നമ്മൾ അധികം കുറച്ച് ഡിലേ ആക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ ഗ്യാങ് വണ്ടി പരിപാടിയിലേക്ക് കടക്കാം.